ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യനാണ് കുട്ടികളിൽ കാണുന്ന മലബന്ധം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്. ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പരിഗണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് മലബന്ധം എന്ന് പറയുന്നത്. ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ട മാലിന്യങ്ങൾ പുറത്തു പോകാതെ കുടലിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്, പിന്നീട് അതിലുള്ള വിഷാംശങ്ങൾ തിരികെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും തുടർന്നത് ഗുരുതരമായ ചർമ്മരോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു പ്രശ്നമാണിത്. ഇത് സാധാരണയായിട്ട് ചെറിയ കുട്ടികളിലും അതുപോലെ പ്രായമായവരിലുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. പ്രായമായവരിൽ ഇതിന് കാരണമായിട്ട് വരുന്നത് കുടലിലെ മസിലുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്തതാണ്. എന്തു തന്നെ ആയാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ആഹാര ക്രമീകരണത്തിലൂടെ തീർച്ചയായും സാധിക്കും. ഇതിനായിട്ട് ആരും മരുന്ന് കഴിക്കാൻ തുനിയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തേതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായ കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇത് ചായയും കാപ്പിയുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശുദ്ധമായ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ദിവസവും രാവിലെ വെള്ളം കുടിക്കാനായിട്ട് മാതാപിതാക്കൾ പ്രേരിപ്പിക്കുക. ഫ്രൂട്ട് ജ്യൂസൊക്കെ കഴിക്കാവുന്നതാണ്. ഒരുപാട് മധുരം ആടിയാതെ വേണം കഴിക്കാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സ്, മസാല കൂടുതലുള്ള, ഉപ്പ് കൂടുതലുള്ളത്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, നോൺ വെജ് ഐറ്റംസ്, അതായത് ഫിഷ്, ചിക്കൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രശ്നമുള്ളവർ അവോയ്ഡ് ചെയ്തേ പറ്റൂ. അതുപോലെ ഓയിലി ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ വളരെ കുറയ്ക്കുക. കുട്ടികളുടെ കാര്യത്തിൽ അവർക്കതൊരു സങ്കടകരമായ കാര്യമാണ് ഇതൊക്കെ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ അത് ഒരല്പം കഴിച്ചാൽ അതനുസരിച്ച് തന്നെ വെള്ളം, അതുപോലെ തന്നെ പച്ചക്കറി, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട ആരും. കുട്ടികൾക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് മടിയാണെങ്കിൽ അത് സാലഡായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കൂടുതലായിട്ട് ഇഷ്ടമാകും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞ് ഫ്രൂട്ട് സാലഡ് പോലെ അതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആമാശയത്തിൻ്റെയും കുടലുകളുടെയും ചലന വേഗത വർദ്ധിപ്പിക്കാനായിട്ട് നാരുകളടങ്ങിയ ഫുഡ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. നാരുകളടങ്ങിയതെന്ന് പറഞ്ഞാൽ ബീൻസിൽ ധാരാളം നാരുകളുണ്ട്. അതുപോലെ തന്നെ വാഴക്കൂമ്പ് വളരെ നല്ലതാണ്, വയറിനൊക്കെ വളരെ നല്ലതാണ്. ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് പരിഹരിക്കാനായിട്ടും ഒന്നാന്തരമാണിത്. ഇപ്പോൾ രാവിലെ ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് ഒരു 5 മിനിറ്റിന് മുമ്പായിട്ട് കുടിക്കുന്നത് കുടലുകളുടെ ചലനം നന്നായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അത് ഡെയിലി ചെയ്യുക. അതുപോലെ തന്നെ ദിവസവും കുറേശ്ശെ വ്യായാമം ചെയ്യുക. അത് കുടലുകളുടെ ചലനം ക്രമമായിട്ട് നടക്കാൻ അതിന് ചലനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് വ്യായാമം ചെയ്യുക. പ്രായമുള്ളവരുടെ കേസിൽ വ്യായാമത്തിൻ്റെ കുറവ് ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ വേവിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രിയിൽ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ്, പച്ചക്കറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈകിട്ട് പച്ചക്കറികൾ കൊണ്ട് സാലഡ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെയുള്ള പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ കുടലുകളുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം സഹായിക്കുന്നുണ്ട്. മാങ്ങ, പപ്പയ, പേരയ്ക്ക ഇതുപോലുള്ള ഫ്രൂട്ട്സ് വൈകിട്ട് കഴിച്ചാൽ ദഹന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും കഴിക്കാതെ മരുന്ന് മതി എന്ന് പറഞ്ഞ് കരയുന്ന ഒത്തിരി പേരുണ്ട്. അത് പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ കേസാണ്. അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ ഇതുപോലത്തെ ഫുഡ് കഴിച്ചാലേ ശരിയാകൂ എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അവർക്കും മരുന്ന് വാങ്ങണം, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചാൽ ഈ കുടലുകളുടെ പ്രവർത്തനം കുറേ കൂടി ബെറ്റർ ആക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അത് തീർച്ചയായിട്ടും ആഹാരം നമ്മൾ ആ രീതിയിലുള്ള കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒട്ടും വിഷമിക്കേണ്ട ഒരു പ്രശ്നമല്ല. തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അവർക്ക് പാൽ ആവശ്യത്തിന് ലഭ്യമാണോ എന്ന് നോക്കേണ്ടത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാല് ആവശ്യത്തിന് ലഭ്യമല്ലെങ്കിൽ കുറുക്ക് പോലുള്ള ഫുഡ്സ് ഡോക്ടറോട് സംസാരിച്ച ശേഷം അത് കൊടുത്തു തുടങ്ങാം. കുട്ടികളിൽ കാണുന്ന ഇത്തരം പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും സമയത്ത് അവർ ടോയ്ലറ്റ് യൂസ് ചെയ്യാത്തത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാരൻസ് വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അവരുടെ ആ ഒരു പ്രായം കഴിയുമ്പോൾ അതെല്ലാം കറക്റ്റ് ആയിക്കോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.